ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. വാർദ്ധക്യാവസ്ഥ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ആധിയും വ്യാധിയും പിടിപെടുക സ്വാഭാവികമാണ്. ഇവിടെ തൻ്റെ സമ്പത്തും വീടും ബന്ധുമിത്രാദികളും കുടുംബങ്ങളും ഒക്കെ സുപരിചിതമായ ഒരു മണ്ഡലമാണ്. എന്നാൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഇവിടം വിട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്നും നമുക്കറിയുകയില്ല. അതുകൊണ്ട് അറിയാത്ത ഒരു സ്ഥലത്ത് അറിയാത്ത ആളുകളുടെ ഇടയിൽ അകപ്പെട്ടാലുള്ള വ്യാകുലതയാണ് വൃദ്ധാവസ്ഥയെ ഏറ്റവും അധികം ഭയചകിതനാക്കുന്നത്. അതിനാൽ ആ സമയത്ത് സർവത്തിനും ആധാരമായിരിക്കുന്ന സർവീശ്വരനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭയവിമുക്തമാവുകയും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. അതാണ്, മനസ്സാണ് വെറുതെ ചിന്തിച്ച് ഈ ഭയത്തെയെല്ലാം ഉണ്ടാക്കുന്നത്. വാർദ്ധക്യത്തെ ചെറുക്കാനും രോഗത്തെ നേരിടാനുമായി മൃത്യുവെ സ്വീകരിപ്പാനും ചിത്തത്തിൽ ബലമേകണേ. ഒഴിവാക്കാൻ പറ്റാത്തതാണ് വാർദ്ധക്യം. അതുപോലെ രോഗങ്ങളെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ വാർദ്ധക്യത്തെ നേരിടാനും രോഗത്തെ പൊറുക്കാനും എനിക്ക് ശക്തി തരണേ എന്നാണ്. വിപത്തിൽ നിന്നു രക്ഷിപ്പാൻ വിഭോ പ്രാർത്ഥിപ്പതില്ല ഞാൻ. വിപത്തിൽ വിളറിപ്പോകാതിരുന്നാൽ മതിയൻ മനം. അതാണ് പ്രാർത്ഥന. ഒരു ശരിയായ പ്രാർത്ഥനയുടെ രൂപം അതാണ്. ഭഗവാനെ, മരണം ഒഴിവാക്കി തരണേ, രോഗം ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമത്തെ എല്ലാവരും അനുസരിച്ചേ പറ്റൂ. അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം എനിക്ക് തരണേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതാണ് വാർദ്ധക്യത്തെ ചെറുക്കാനും രോഗത്തെ നേരിടാനുമായി മൃത്യുവെ സ്വീകരിപ്പാനും. മരണമുണ്ടെന്നത് ഉറപ്പാണ്. ആ മരണത്തെ സ്വീകരിക്കാനും ചിത്തത്തിൽ ബലമേകണേ. എൻ്റെ മനസ്സ് ദുർബലമാവരുതേ. എൻ്റെ മനസ്സ് ഇതിനെയൊക്കെ അതിക്രമിക്കാനുള്ള ശക്തി അവിടുന്ന് തരണേ എന്ന്. ബലമുള്ള ഒരാളുമായി നാം കൂട്ടുകൂടിയാൽ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളൊരു കേസിനായി ചെന്നു. അവിടെയുള്ള SI നമ്മെ അറിയുന്ന ഒരാളും നമ്മുടെ ബന്ധുവുമാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളവിടെ ഉണ്ടെങ്കിലും നാം തെറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായും നാം ഭയപ്പെടുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ചെയ്തിയാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. അത് നാം ചെയ്യാതിരിക്കണം. ശരി ചെയ്ത ഒരാൾ ആണെങ്കിൽ എവിടെയും എപ്പോഴും ആരെ കണ്ടാലും ഭയപ്പെടേണ്ടതായിട്ടില്ല. നാം തെറ്റായ ഒരു പ്രവൃത്തി ചെയ്ത് നമ്മുടെ വീട്ടിൽ രഹസ്യമായിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കാണുകയോ കാൽപ്പെരുമാറ്റം കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഓടിയൊളിക്കും. കാരണം നാം തെറ്റുകാരാണ്, തന്നെ തെരഞ്ഞാണ് പോലീസുകാർ വരുന്നത് എന്ന് കരുതി ഭയപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ താനൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം? അതാണ്, നാം അധർമ്മം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മരണത്തെ ഭയം തോന്നുകയില്ല. അതാണ് വാർദ്ധക്യത്തെ ചെറുക്കാനും. വാർദ്ധക്യത്തെ നമ്മൾ അത് ദുർബലമാണെന്ന് കരുതി ഭയപ്പെടാതെ അതിനെ ചെറുക്കാനും രോഗത്തെ നേരിടാനും. രോഗം വന്നാൽ വരട്ടെ, അതിന് വേണ്ട പ്രതിവിധി ചെയ്യാം, അല്ലെങ്കിൽ അത് സഹിക്കാം. പ്രതിവിധി ചെയ്തിട്ടും വിട്ടുമാറുന്നില്ലെങ്കിൽ അത് സഹിക്കാനുള്ള കരുത്ത് തരണേ. മൃത്യുവെ സ്വീകരിപ്പാനും. മരണത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അതിനെ ഒഴിവാക്കാൻ ആരാലും സാധ്യമേ അല്ല. അതിനുള്ള ബലം എൻ്റെ മനസ്സിന് തരേണമേ എന്നാണ്
ഏതൊരാളും പ്രാർത്ഥിക്കേണ്ടത്, നമ്മളും അത്തരം പ്രാർത്ഥന ചെയ്യേണ്ടതുമാണ്.